ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്ന എൻ്റെ ബിസിനസ് പരമായ ചില കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് വേറെ പല കാര്യങ്ങളുമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. കാരണം നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട്. ഇപ്പം ഈ ഒരു 2-3 ദിവസത്തിൽ പ്രമുഖ ഒരു ബ്രാൻഡ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്രമുഖ ബ്രാൻഡ്, ക്ലോത്തിങ് ബ്രാൻഡ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് രീതിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ്, അവർ ഒരു ഡ്രസ്സിൻ്റെ ഇഷ്യൂസിൽ കോടതി അവർക്ക് ഫൈൻ നൽകുകയൊക്കെ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ പറഞ്ഞ രീതിക്കല്ല ഡ്രസ്സ് കൊടുത്തിരിക്കുന്നതും സൈസ് ചെയ്തിരിക്കുന്നതും, അവരെ ഇട്ട് കാണിക്കുമ്പോൾ ഒരു മോഡൽ, അവർക്കത് പാഴ്സൽ ചെല്ലുമ്പോൾ വേറൊരു രീതിയിൽ ഒത്തിരി 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 പ്രശ്നങ്ങൾ പല രീതിയിലും ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പിന്നെ എനിക്ക് അതിൽ ചില അനുഭവസ്ഥയും കൂടെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും കംഫർട്ടബിളായ ഡ്രസ്സുകളെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് കളറായാലും എല്ലാം ഞാൻ ഭയങ്കര എലഗൻറ്റ് ലുക്ക് തരുന്ന സാധനങ്ങളാണ് എനിക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടവും. ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഒരു ഷോപ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ ഓരോ ഡ്രസ്സും മേടിക്കുമ്പോൾ പോലും അതിൻ്റെ സ്റ്റിച്ചിങ് വരെ ഞാൻ ശ്രദ്ധിക്കും. പിന്നെ ഇതെങ്ങനെ വാഷ് ചെയ്യണം എന്നെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു സെയിൽസ്മാനാണ് വരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സാരി എടുക്കാൻ പോവുക. ആ സാരി എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ അയാളോട് അതിൻ്റെ എവരിത്തിങ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തിരക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അത് ചൂസ് ചെയ്യാറുള്ളൂ. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് എനിക്ക് അയാളൊന്ന് ഇതാവുന്ന കണ്ടാൽ പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറും. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീയാണ് ഞാനും. ഇപ്പം അവർ ഒരു സാരി മേടിച്ചു, അതിൽ എന്തോ കളർ ഇളവി എന്ന് പറയുന്നു. അത് ഒരു എൻഗേജ്മെൻറ്റിന് എന്തിനോ മേടിച്ച സാരിയാണ്, അതിൻ്റെ കളർ ഇളകി എന്ന് പറഞ്ഞു. ഇത് കളർ ഇളുക എന്ന് വെച്ചാൽ ശരിക്കും ആ തുണിയുടെ ക്ലോത്തിങ് നല്ലതല്ലാത്തത് കൊണ്ടായിരിക്കാം അതിൻ്റെ കളർ ഇളകിയത്. ഇപ്പോൾ മാക്സിമം നമ്മളൊരു 16,000 5,000-ന് മേളിൽ ഏതൊരു സാധനം മേടിച്ചാലും നമ്മൾ അത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3,000 ആയിക്കോട്ടെ, ഒരു നോർമലായ ഒരു പട്ടുസാരി 3,000 സ്റ്റാർട്ട് മുതൽ തുടങ്ങുന്നതുണ്ട്. നല്ല അത്യാവശ്യം നല്ലത് 3,000 മുതൽ 1,00,000 2,00,000 ഒരു 50,000 1,50,000 അങ്ങനെ വിലയിൽ പോകുന്ന പല സാരികളും ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സാരിയിൽ എനിക്ക് ഏറ്റവും വില കൂടിയത് 35,000 രൂപയുടെ സാരിയാണ്. അതിലും എപ്പോഴുള്ള സാരികളൊന്നും എൻ്റെ കയ്യിലില്ല. അത് ഞാനൊരു 1.5 വർഷത്തിന് മുമ്പ് മേടിച്ച ഒരു സാരിയാണ്. അതും പോത്തീസാണ്. ഞാൻ ആ 2 വർഷത്തേക്ക് മേലെയായി പോത്തീസ് എന്നാണ് ഞാനത് മേടിച്ചത്. അപ്പം ഞാനും ആ സാരി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചിരുന്നു, ഇതിൻ്റെ വാഷ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ കളർ ഇളകുമോ എന്നെല്ലാം വ്യക്തമായിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ആ സാരി മേടിക്കാൻ കാരണം ഇത് എപ്പോഴും നമ്മുടെ സാരി വരുന്നത് ബോർഡർ വേറൊരു കളറ്, ഇല്ലെങ്കിൽ അതിൻ്റെ വേറുള്ള സ്ഥലങ്ങൾ രണ്ട് കളർ, ചിലതേ ഉള്ളൂ ഒരു കളറായിട്ട് വെച്ചാൽ 2 മിക്സ് കളറായിട്ടാണെങ്കിലും വരുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ചുവപ്പും മഞ്ഞയാണെങ്കിൽ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് ഇളകിയ മഞ്ഞയിൽ പിടിക്കും എന്നൊക്കെ നമുക്ക് ഡൗട്ട് വരും. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല മാഡം, ഇത് ശരിക്കും ഒന്ന് ഡ്രൈ ക്ലീനോ ചെയ്യുക, ഇല്ലെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യുക. ഒരിക്കലും ഒരു വാഷിംഗ് മെഷീനിലോ വേറുള്ള ഇതിലോ കൊണ്ടൊന്ന് യൂസ് ചെയ്യരുത്. കല്ലിലോ വാഷിംഗ് മെഷീനിൽ കൊണ്ട് ഒരിക്കലും ഒരു പട്ടിൻ്റെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പട്ടിൻ്റെ എന്നല്ല, ഏതൊരു ക്ലോത്തിൻ്റെ ആയാലും കളർ ഇളവുന്ന സാധനങ്ങൾ നമ്മൾ ഒരിക്കലും വാഷിംഗ് മെഷീനിൽ വെച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മളൊന്നെങ്കിൽ അത് ഷാമ്പു വാഷ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡ്രൈ ക്ലീന് കൊടുക്കുക. ഇതേ ഓപ്ഷനുള്ളൂ. അന്നേരം എന്തുകൊണ്ട് ഇവർ ചോദിച്ചില്ല ഇവരോട് ഈ സാരി എങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ കളർ ഇളകുമോ? ഇപ്പം നമ്മൾ കാണുന്നുണ്ട് മിക്ക ഷോപ്പുകാരും നമ്മൾ പോലും ജീവിതത്തിൽ കാണാത്ത രീതിയിലുള്ള പല പല കളറുകൾ ഇറക്കുകയും അതിലെല്ലാം സ്ത്രീകൾക്ക് ഒരു ആകർഷണം തോന്നുകയും ചെയ്യും. അത് ഇപ്പം നടക്കുന്ന ഒരു ട്രെൻഡിങ്ങുമാണ്, അത് ലോക സഹജവുമാണ്. അതിൽ സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അത് വിൽക്കുന്ന ആൾക്കാരെ പറഞ്ഞിട്ടോ കുറ്റമില്ല. കാരണം മനുഷ്യർക്ക് എല്ലാത്തിനോടും ഒരു ആകർഷണമാണ്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രധാന കാരണം ഒരു സാധാരണ ഞാൻ പറയുകയാണ്, ഒരു ഏറ്റവും കൂടിയ ഒരു 50,000 രൂപയുടെ ഒരു പട്ടുസാരി ആണെങ്കിൽ അത് മേക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒരു സാരി മേക്ക് ചെയ്യാൻ മാക്സിമം ഒരു 3, 4, 5 ദിവസം വേണം കേട്ടോ. 3-4 ദിവസം ഒന്നും പോരാ, ഒരു മാക്സിമം ഒരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ആ കണക്കാണ്. പിന്നെ മെഷീനിലാണ് മിക്ക പട്ടുസാരികൾ ഇപ്പോൾ അവർ പ്രിൻറ്റ് ചെയ്യുന്നത്. ഈ കൈ കൊണ്ട് ചെയ്യുന്ന വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ കൈകളിൽ വെച്ച് അവർ ചെയ്തെടുക്കുന്നത്. ബാക്കി മിക്ക സാരികളും നമുക്കിത് വലിയ മെഷീനിൽ
പ്രിൻ്റ് ചെയ്തും അത് ഇങ്ങനെ ആയി വരുന്നതാണ് നമ്മൾ മിക്കയിടത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു ക്ലോത്തിങ് ബ്രാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഉറപ്പിച്ച് പറയുന്നത്, അങ്ങനെയാണ്. പിന്നെ അതുപോലെ അങ്ങനെ ഒരു സാരിക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വില കൂടുതലാണ്. ഒരു കൈകൊണ്ട് സ്റ്റിച്ച് ഇത് ചെയ്തെടുക്കുന്ന നെയ്തെടുക്കുന്ന ഒരു ഡ്രസ്സിന് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് റേറ്റാണ്. ഇപ്പം ഞാനൊരു 35 രൂപയുടെ സാരി മേടിച്ചെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കൈകൊണ്ട് അവർ ഒരിക്കലും നെയ്തെടുത്തതല്ലായിരിക്കും, ഒരിക്കലും അല്ലായിരിക്കും. അത് മെഷീനിൽ തന്നെ ചെയ്തതായിരിക്കാം. അത് 100% ഞാൻ ഉറപ്പായിട്ടും പറയാം. കാരണം ഈ ഒരു ബിസിനസ്സിൽ ചെന്ന് ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ അത് ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നത്. ഈ കയ്യിലെടുക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അത് അതിൻ്റെ അത്രയും റേറ്റ് ആവും, ആ ക്ലോത്തിന് അത്രയും റേറ്റ് ആവും. ചിലവർ ഈ വൈറ്റ് സാധനം ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് പല കളറിൽ മുക്കി സാരികൾ എടുക്കുന്നത്. എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മളത് വിയർപ്പ് തട്ടുമ്പോൾ നമ്മുടെ ശരീരത്ത് പറ്റുക, ഇല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ അണ്ടർആമിൽ ആ കളർ പിടിക്കുക. അങ്ങനെ പല 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 രീതിയിൽ ഇതിൻ്റെ പല പല കളറുകൾ ഇളവാറുണ്ട്. ഇത് ചിലപ്പോൾ ഒന്നുമെങ്കിൽ വിയർത്തപ്പോഴായിരിക്കും ഇതിൻ്റെ കളർ ഇളകിയതായിരിക്കാം. ഓക്കെ, ശരിക്കും അവർക്ക് ഈ 16,000 രൂപയുടെ സാരി മേടിക്കും. തീർച്ചയായിട്ടും അവരിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതെങ്ങനെയാണ് എന്താണെന്നെല്ലാം തിരക്കി കഴിഞ്ഞ് കളർ ഇളകുമോ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമറായിട്ട് പോയാലോ നമുക്കത് അറിയാവുന്ന കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം എൻ്റെ ഷോപ്പിൽ കൂടുതലും മൊഡാൾ സിൽക്കും അജ്രക് പ്രിൻറ്റുകളും എല്ലാം ഹാൻഡ് ബ്ലോക്കിൽ ചെയ്യുന്ന പ്രിൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഷോപ്പിലുള്ളത്. കാരണം അതിൽ മിക്ക കസ്റ്റമറും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഈ ക്ലോത്തിങ്ങിനെ കുറിച്ചും എല്ലാം. ഇത്രയും ഞങ്ങൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ പറയാറുണ്ട്. കാരണം ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങുന്നുണ്ട്. ഈ അജ്രക്കായാലും മൊഡാലായാലും എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്, ഉള്ള സത്യം പറയാമല്ലോ. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മേടിച്ച ഒരു കസ്റ്റമർ ഒരിക്കൽ മാത്രമാണ് കംപ്ലൈൻറ്റ് വന്നില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കൽ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. കാരണം ഒരാൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ ഞങ്ങളുടെ തോന്നുന്നൊരു കറുത്ത ബ്ലാക്കിൻ്റെ ഹാൻഡ് പ്രിൻ്റുള്ള ഒരു ഷർട്ടും അതുപോലെ നമ്മളുടെ ഈ മറ്റേ കളർ മുണ്ടുണ്ടല്ലോ അതൊരെണ്ണം കൂടെ മേടിച്ചു. ആ മുണ്ടും ഇതും കൊണ്ട് നല്ല മാച്ചാണ് മേടിച്ചുകൊണ്ട് പോയി. പുള്ളി ഒരു 8-9 മാസം കഴിഞ്ഞപ്പം അത് ബാക്കപ്പ് വന്നു. ഇതിൻ്റെ കളർ ഇളകിയെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഞങ്ങൾ ഏതൊരു കസ്റ്റമർക്കും ഏതൊരു സാധനം കൊടുക്കുമ്പോഴും ഞങ്ങൾ പറയും ഒരിക്കലും എന്താ പറയുക ഇത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങൾ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചുവാണെങ്കിൽ മാക്സിമം ഒരു 15-20 മിനിറ്റിനുള്ളിൽ അത് വാഷ് ചെയ്ത് പുറത്തിട്ടിരിക്കണം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങളുടെ എല്ലാ കസ്റ്റമർക്കും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങളത് പറയാതിരിക്കില്ല. ഞങ്ങളെല്ലാവരോടും പറയും ക്ലോത്ത് ഞങ്ങളുടെ നിന്ന് മേടിക്കുന്ന ഷർട്ടിൻ്റെ ആയാലും ഒരു ടോപ്പിൻ്റെ ആയാലും അത് യൂസ് ചെയ്യേണ്ട രീതി അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ഞങ്ങളത് കൊടുക്കാറുള്ളൂ, വിൽക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ അത് വേണ്ടാന്ന് തന്നെ ചിന്തിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. അങ്ങനെ ഈ പയ്യൻ ഇത് കൊണ്ടുപോയി യൂസ് ചെയ്ത് ഇത്ര ദിവസം അന്ന് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ പറഞ്ഞിരുന്നു ഇത് വാഷിംഗ് മെഷീനിലോ ഈ ഡ്രസ്സിൻ്റെ കൂടെയോ ഈ ഷർട്ട് ഇട്ട് വാഷ് ചെയ്യരുതെന്ന്. പുള്ളി കൊണ്ടുപോയൊരു പച്ചക്കളറും ഉണ്ടാകും. ഇത് കൊണ്ടുപോയത് കറുത്ത കളർ ഷർട്ടും അതുപോലെ ഈ ഹാൻഡ് പ്രിൻ്റാണ് അതിലുള്ളത്. കാരണം അതിൻ്റെ ഒരു ഷർട്ട് എൻ്റെ മോനൂസ് ഒരു 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പയ്യ കൊണ്ടപ്പം ഈ ഷർട്ട് കണ്ടപ്പോൾ എൻ്റെ മോനൂസിന് മനസ്സിലായി ഇത് ശരിക്കും വാഷിംഗ് മെഷീനിലിട്ട് ശരിക്കും ഇത് അടിച്ചിരിക്കുന്നതാണ്, അല്ലാതെ നമ്മൾ പറഞ്ഞ രീതിക്ക് ഇത് സോപ്പ് വെള്ളത്തിൽ മുക്കിലേക്ക് ഷാമ്പു വാഷ് ചെയ്തോ അവർ യൂസ് ചെയ്തതല്ല. ശരിക്കും നമ്മുടെ മുണ്ടിൻ്റെ കളറാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്കറിയാം ഈ കളർ മുണ്ടിൻ്റെ കളർ ഇളകുമെന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. അന്നേരം ഇതൊരു 1.5 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അങ്ങനെ പുള്ളി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ തെറ്റല്ല, ഞങ്ങളിത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം വേറുള്ള ഡ്രസ്സിൻ്റെ കൂടെ വേറുള്ള കാര്യം കൂടെ കഴുകാൻ പാടില്ല. പക്ഷെ പുള്ളി ചെയ്തിരിക്കുന്ന പറയാം ആ മുണ്ടിൻ്റെ കൂടെ ഇത് ഉടുത്തിട്ട് പുള്ളി ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൻ കഴുകിയപ്പം ആ മുണ്ടിൻ്റെ കളറാണ് ഈ ഷർട്ടിൽ പിടിച്ചിരിക്കുന്നത്. അതും വാഷിംഗ് മെഷീനിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ തുണി വാഷിംഗ് മെഷീൻ ഇടുമ്പോൾ നമ്മൾ ഈ തുണിയുടെ പുറം ഒരസിട്ട് ഇത് പതിയെ പൊങ്ങും. അത് മിക്ക ഷർട്ടിലും ഇങ്ങനെ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന ഷർട്ടിലും നമുക്കത് കാണാൻ പറ്റും. ഈ ഷർട്ടിന് എപ്പോഴും ആയുസ് വേണമെന്നല്ല. ഏതാണുങ്ങൾ ഇപ്പം ഫുൾ കൈ ഷർട്ട് ഇടുന്ന മറ്റേ നോർമൽ ഓഫീസിൽ ഷർട്ടിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടോ, ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഒരു എത്നിക് വെയർ യൂസ് ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അവരെപ്പോഴും ഷർട്ട് ഒന്നെങ്കിൽ ഷാമ്പു വാഷ് ചെയ്യുക, ഇല്ലെങ്കിൽ കുറച്ച് നേരം നമ്മുടെ ഏതെങ്കിലും ലിക്വിഡ്, അതും സോപ്പ് പൊടി യൂസ് ചെയ്യരുത്, ലിക്വിഡ് അതിനകത്ത് മുക്കി വെച്ച് പെട്ടെന്ന് എടുക്കുക.
ഒന്നെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യുക, ഇല്ലെങ്കിൽ വൈഫിനോട് പറയാം അങ്ങനെ ചെയ്യുക. അല്ലാതെ വേറെയുള്ള ഒരു ഡ്രസ്സിൻ്റെ കൂടെയും ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് വാഷ് ചെയ്യാൻ പാടില്ല. അതുപോലെയാണ് എല്ലാ ഡ്രസ്സുകളും. നമ്മൾ ഈ ഹാൻഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നതായാലും പട്ടുസാരി ആയാലും അതുപോലെ നമ്മുടെ കോട്ടൺ ക്ലോത്തിങ് ആയാലും എല്ലാം നമ്മൾ ഭയങ്കര കെയർ ചെയ്ത് സൂക്ഷിച്ചാൽ മാത്രമേ അത് നമുക്ക് കൂടുതൽ നാൾ ബെനിഫിറ്റ് ഇതേപോലെ എന്താ പറയുക, അതിനൊരു വേർഡ് പറയും, അത് നമുക്ക് യൂസ് ചെയ്യാം, കൂടുതൽ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോറി, എനിക്ക് തെറ്റുപറ്റി, കൂടുതൽ നാൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ വ്യക്തി അതവനെ കൊണ്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാൻ ഗൂഗിളിൽ ചെന്ന് ഞങ്ങൾക്കൊരു ബാഡ് കമൻറ്റൊക്കെ ചെയ്തു. ഓക്കെ, ഞങ്ങൾക്കത് പ്രോബ്ലം ഇല്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇത് മാക്സിമം ഒരു എന്താ പറയുക, ഒരു 2 വർഷത്തിന് മേലെയായി ഈ ഡ്രസ്സ്. പക്ഷേ ഇത് പല പീസുകളാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒന്നെങ്കിൽ ഇത് ഫസ്റ്റ് ഞാൻ ഇത് ചെയ്ത ഡ്രൈ വാഷാണ്. അത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഷാമ്പു വാഷ് ചെയ്യാറുള്ളൂ, വാഷിംഗ് മെഷീൻ ഇടാറുള്ളൂ. അതുപോലെ എൻ്റെ ബ്രദറും എൻ്റെ ഷോപ്പിലെ ഷർട്ട്സാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതും 1-2 വർഷമായ സാധനങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് അവൻ യൂസ് ചെയ്യുന്നത്. അവൻ ഒരിക്കലും മെഷീനകത്ത് അവൻ്റെ ഒരു ഷർട്ടും ഇടാൻ സമ്മതിക്കില്ല. അവൻ ഞാൻ കഴുകാമെന്ന് എനിക്കിങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ സോപ്പിട്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ തന്നെയാണ് അവൻ്റെ ഷർട്ട് കഴുകുന്നത്. മുണ്ടല്ല, ഞാൻ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ കഴുകി കഞ്ഞിയൊക്കെ മുക്കിയിട്ട് കൊടുക്കും. അല്ലാതെ ഷർട്ട് ഞാൻ കഴുകാറില്ല, കാരണം അത് അവൻ തന്നെ വൃത്തിയാക്കി കൊണ്ടുവന്ന് പുറത്ത് കൊടുത്ത് തേച്ചാണ് അവൻ യൂസ് ചെയ്യുന്നത്. ഇന്ന് വരെ ഒരു ഷർട്ടിൽ ഒരു കംപ്ലൈൻറ്റോ കുഴപ്പങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ പുറത്തുനിന്ന് ഒരു സാധനമോ ഇല്ലെങ്കിൽ നിങ്ങൾ വില കൂടിയൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തിരക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. അല്ലാതെ അങ്ങോട്ട് ഓടിച്ചെന്ന് അവർ പറയുന്നത് കേട്ടും എല്ലാം പറയും. ഈ സെയിൽസ് നിൽക്കുന്ന ആൾക്കാർ പലതും പറയും നമ്മളെടുത്ത്, അത് അങ്ങനെയാണ് മേഡം, ഇത് ഇങ്ങനെയാണ്, മറ്റേതാ മറിച്ചതെന്നൊക്കെ എല്ലാം പറയും. അതൊന്നും വിശ്വസിക്കാതെ നമ്മൾ അതിൻ്റെ കറക്റ്റ് പൂർണ്ണത തിരക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫംഗ്ഷന് വരുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു പണി കിട്ടിയിരിക്കും. അതുപോലെ മിക്ക ആൾക്കാരും ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത് എല്ലാവരും എല്ലാം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാരണം അവരവരുടെ സൈസിലിട്ട് അവർ വീഡിയോ കാണിക്കും. ഈ ആൾക്കാർ ചെന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാ ആൾക്കാരും ചെന്ന് ഓർഡർ കൊടുക്കും. കാരണം അതിന് അഡ്വാൻസ് എന്തോ പേയ്മെൻറ്റ് അങ്ങനെ എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഒരു 3 മാസമായാലും ഇവർക്ക് ആ തുണി കിട്ടുകയില്ല. പിന്നെ അതിൻ്റെ പേർക്ക് കേസായി പ്രശ്നങ്ങളായി വീഡിയോയാണ്. പല ആൾക്കാരും ഞങ്ങൾ ആരുടെയും പേരെടുത്ത് പറയുന്നതിൽ ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടും അല്ല പറഞ്ഞത്. നമ്മളൊരു സാധനം കൊടുക്കുവാണെങ്കിൽ അത് നമ്മളെങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ ആത്മാർത്ഥതയായിട്ട് കൊടുക്കുക. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഷോപ്പിൽ ഒരു ഡ്രസ്സ് പോലും ഒരു എന്താ പറയുക, ഒരു കസ്റ്റമർ വന്നാൽ അവർക്കത് ഇഷ്ടപ്പെടാത്ത രീതി ആവരുത് എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കും. കാരണം ഞാൻ അങ്ങനെയാണ്. ഞാനൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ചുരിദാറ മേടിക്കുന്നതിൻ്റെ എല്ലാ സ്റ്റിച്ചും ഞാൻ ശ്രദ്ധിക്കും. എനിക്കതൊക്കെ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ മനുഷ്യരാണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ചില വീഴ്ചകൾ നമ്മളിനി എത്ര ശ്രദ്ധിച്ചാലും ചില വീഴ്ചകൾ വരും. ഒരാളെ കണ്ട് ഒരാൾക്ക് വേണം, മറ്റൊരാളെ കണ്ട് വേറൊരാൾക്ക് വേണം. അങ്ങനെ ചെറിയ വീഴ്ചകൾ എല്ലാ മനുഷ്യർക്കും പറ്റും. പക്ഷേ ഇതുപോലുള്ളൊരു വലിയൊരു വീഴ്ചയൊന്നും വന്നിട്ടില്ല കേട്ടോ. അതൊരിക്കലും വരല്ലേന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇന്ന് വരെ. അപ്പം ഈ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ചും ശ്രദ്ധിച്ചും ചൂസ് ചെയ്യുക. കാര്യം നമ്മൾ പെട്ടെന്ന് ഭംഗി കണ്ടുകൊണ്ട് ഓടിപ്പോയി മേടിക്കും. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഓർക്കാതെ വേറൊരു തുണിയുടെ കൂടെ തിടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നശിച്ചു പോകും, കലങ്ങി അതിൻ്റെ കളറ് വേറെയുള്ള ഡ്രസ്സിനൂടെ. ഇതിപ്പോൾ ഇത് തന്നെ ഞാൻ വേറെയുള്ള ഒരു ഡ്രസ്സിൻ്റെ കൂടെയും ഇട്ട് വാഷ് ചെയ്യാറില്ല. ഇതൊറ്റയ്ക്കാണ് ഞാൻ ഈ ഡ്രസ്സ് വാഷ് ചെയ്യാറുള്ളത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിട്ട് കഴിഞ്ഞ് കാടി പോലെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് വേറെയുള്ള ഡ്രസ്സിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് പിന്നെ നമുക്ക് ആയുസിൽ വേറെ ഒന്നിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനെ ആവും. കാരണം ഇതിൻ്റെ കളർ ഇളവുന്നില്ല എന്നല്ല, കളർ ഇളവും. ഏതൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഡ്രസ്സായാലും എന്തായാലും കളർ ഇളവും. പിന്നെ മൊഡാൾ സിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളുടെ കളർ അങ്ങനെ നല്ലത് ഒറിജിനലാണെങ്കിൽ കളർ ഇളകില്ല. കാരണം അതേ നമുക്ക് ഈ മൊഡാൾ സിൽക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ അതല്ല, അതിൻ്റെ കോട്ടനും കൂടെ മിക്സ് ചെയ്താണ് ആ സാധനം ഇറങ്ങുന്നത്. അതിൻ്റെ ഉള്ളിൽ കോട്ടനാണ്. അങ്ങനെ അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് എല്ലാവർക്കും, ലേഡീസിനായാലും ജെൻസിനായാലും.
ഞങ്ങളുടെ ഷോപ്പിൽ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ജെൻസിൻ്റെ അങ്ങനത്തുള്ള ഷർട്ടുകളാണ്. എനിവേ ഇരിക്കുന്ന ഇതൊക്കെയാണ് നിങ്ങളോടൊന്ന് പറയാനുള്ള വിഷയങ്ങൾ. കാരണം നമ്മളെ ആരും പറ്റിക്കരുത്, നമ്മളെ ആരും പറ്റിക്കരുത്, നമ്മളും ആരെയും പറ്റിക്കരുത് എന്നൊരു വാക്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. കാരണം കഷ്ടപ്പെട്ട് ചില ആൾക്കാർ ചില പിള്ളേരുണ്ട് ഓടി വരും ഈ ഓണത്തിൻ്റെ തലേന്ന്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. നുള്ളി പിടിച്ചായിരിക്കത്തിൽ ഓടി വരും, ചേട്ടാ ഇന്ന് ഇത്ര രൂപയുള്ള ഡ്രസ്സുണ്ടോ. മിക്ക ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ ചോദിക്കാറുണ്ട്, ചേട്ടാ ഇത്ര രൂപയ്ക്ക് ഉള്ള ഡ്രസ്സുണ്ടോ. അന്നേരം അവർക്ക് നാളൊരു രാവിലെ ഓണത്തിന് ഇടാനുള്ള സാധനമാണ്, അത്ര കയ്യിലവരേ ഉള്ളു. ബ്രദർ ചിലർക്ക് നല്ല ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല അവൻ ചെയ്യുന്നത്. കാരണം നാളൊരു ദിവസം ഇടേണ്ട കാര്യമല്ല. അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് വിഷു, ഓണം, നിനക്ക് പൂർണ്ണ ടെമ്പിളിൻ്റെ ഉത്സവം, ആ ടൈമിലൊക്കെ അവർക്ക് ഭയങ്കര ബിസിനസ്സാണ്. കാരണം ദൈവം ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര കൂട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇന്ന് വരെ താഴോട്ട് പോയിട്ടില്ല കേട്ടോ, ഉയർന്നേ നിൽക്കുന്നുള്ളൂ, ഒരിക്കലും താഴോട്ട് വീണിട്ടില്ല. ദൈവം പൂർണ്ണത്രേശൻ അതിന് മുൻസിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം ലേഡീസ് വെയർ ഞങ്ങൾ കുറച്ചങ്ങ് ബാക്കിലോട്ട് പിടിച്ച്, ലേഡീസ് വെയർ ഇഷ്ടംപോലെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ച് വേണ്ട, ലേഡീസ് വെയർ വേണ്ട. പിന്നെ കുറച്ച് സെറ്റും മുണ്ടും കുറച്ച് സാരീസൊക്കെ നമ്മളും വെച്ചിട്ടുണ്ട്. കോട്ടനാണ് ഞങ്ങൾ കൂടുതലും വെക്കുന്നത്. പിന്നെ സിൽക്ക് കുറച്ച്, സിൽക്ക് ഇപ്പം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു സിൽക്കിൻ്റെ ഒക്കെ. പിന്നെ എന്തിനാണ് നമ്മൾ ചുമ്മാ ഓരോ കാര്യമൊക്കെ നിൽക്കുന്നത്. അത് ഞങ്ങളിപ്പോൾ വീണ്ടും കോട്ടൺ സാരി അങ്ങനെയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനൊക്കെ ജെൻസിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു ബിസൈഡ് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡും കൂടെ ഉണ്ട്. അത് ഞങ്ങൾ കുറച്ച് അല്ലാതെ ഐറ്റംസ്, ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ചാലാണ് ഞങ്ങളുടെ ആ ഓൺലൈൻ ഷോപ്പ്. ശരിക്കും പറഞ്ഞാൽ സൈന്ധവി ആദ്യം ഞങ്ങൾ ഓൺലൈനിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞങ്ങൾ ഷോപ്പിട്ട് ഞാൻ അതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പ്രോഡക്റ്റ് എടുത്താലും അത് നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്കത് മനസ്സിലാക്കി അതിൻ്റെ എന്താണ് ആ പ്രോഡക്റ്റിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ, അതെന്തൊക്കെ ചെയ്യുക, ഏതൊക്കെ രീതിയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം, എന്ത് സാധനം എടുത്താലും ഈവൻ നമ്മൾ ലിപ്സ്റ്റിക്ക് മേടിച്ചാൽ പോലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ തിരക്കിന് ശേഷം മാത്രമേ നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ സാധനം മേടിക്കാവുള്ളൂ. അതുപോലെ തന്നെയാണ് ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിൽ. ക്ലോത്ത് എന്ന് പറഞ്ഞാൽ മിക്ക ക്ലോത്തും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ നല്ലതായിരിക്കുന്നു, പക്ഷെ ചിലതൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കിയ കാടി പോലെ ആവുന്ന ക്ലോത്തും പല ആൾക്കാരും വലിയ വിലയിട്ട് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളത് പറയാം, ഭയങ്കര വലിയ വിലയിട്ട് വിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും അത്ര വിലയൊന്നുമില്ല. നമുക്ക് സാധാരണ ലോയൽ ഫാമിലിയിൽ നമ്മൾ നിൽക്കുന്ന മനുഷ്യരാണ്. നമ്മൾ ഇടുന്ന പോലത്തെ തന്നെയാണ് വേറുള്ളവരെ ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കും. ഓക്കെ, ബൈ ബൈ, ടാറ്റ.